ഇന്ന് നടന്നിരിക്കുന്ന HSA മാത്തമാറ്റിക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എന്ത് കണ്ടുപിടിക്കുന്നതിനാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കാം. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ഹാർമോണിക് മീൻ. അപ്പൊ ഇതിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസിലി അറിയാം എന്താണ്, സം ഓഫ് ഓൾ ദി ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾക്ക് എന്തിന്റെ ആവശ്യമില്ല, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യമില്ല അല്ലെ. അപ്പോൾ ഓപ്ഷൻ എ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരാം. മീഡിയൻ എന്ന് പറയുന്നതാണ്. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ മിഡിൽ വാല്യൂ ആണ്. മിഡിൽ വാല്യൂ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് ഡേറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾക്ക് ഇന്റർവെൽസിലാണ് തന്നിരിക്കുന്നത്. സപ്പോസ് 1 to 5, 5 to 10 അങ്ങനെയാണ് അതിന്റെ ഫ്രീക്വൻസീസ്. ഇതിന്റെ ഫ്രീക്വൻസി 1, ഇതിന്റെ ഫ്രീക്വൻസി 5 എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് അവിടെ എന്ത് വേണം? നമ്മൾക്ക് ഇക്വേഷനിൽ L+n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളൊരു ടേം ഉണ്ട് അല്ലേ. സോ ഡെഫിനറ്റ്ലി നമ്മൾക്ക് അങ്ങനെയുള്ള ടേമിൽ വരുമ്പോൾ, അങ്ങനെയുള്ള കാറ്റഗറീസ് ഓഫ് ഡേറ്റ വരുമ്പോൾ നമ്മൾക്ക് എന്ത് വേണം? അവിടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യമുണ്ട് അല്ലേ. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾക്ക് ആൻസർ വരുന്നത്. അതുപോലെ മോഡും ഹാർമോണിക് മീനും കണ്ടുപിടിക്കാൻ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന്റെ ആവശ്യമില്ല അല്ലേ. സോ ഇവിടെ നമ്മൾക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മോഡിന്റെ മൂല്യം എത്രയാണെന്ന്. അപ്പൊ തന്നിരിക്കുന്നത് ഡേറ്റയാണ്, അത് ക്ലാസ് ഇന്റർവെല്ലിലെ ഡേറ്റയാണ് അല്ലെ. ക്ലാസ് ഇന്റർവെല്ലിലെ ഡേറ്റയാണ്, അതിനകത്ത് നമ്പറും ക്ലാസ് ഇന്റർവെല്ലും അതിന്റെ നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾക്ക് മോഡാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അപ്പൊ മോഡിന്റെ ഇക്വേഷൻ വരുന്നത്? മോഡിന്റെ ഇക്വേഷൻ വിൽ ബി മോഡ് ഇസ് ഈക്വൽ ടു L പ്ലസ് F1 minus F0 divided by 2F1 minus F0 minus F2 അല്ലെ. എന്താണ് ഇത്? L, F1, F0, F2. അപ്പൊ ആദ്യം നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. ഈ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 4 ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അല്ലെ. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് 5 to 7 എന്ന് പറയുന്നതായിരിക്കും എന്ത്? നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. സോ മോഡൽ ക്ലാസ് നമ്മൾക്ക് കിട്ടി. സോ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? F0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് മുൻപുള്ളതിനെ F1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് മുൻപുള്ളതിനെ നമ്മൾ F0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് അതിന് ശേഷമുള്ളതിനെ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും? F2 കൊണ്ടും റെപ്രസെന്റ് ചെയ്യും. സോ F0, F1, F2. ഇവിടെ L എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. സോ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 5 അല്ലെ. സോ 5 പ്ലസ് F1 എന്താണ്? ഇവിടെ 4 ആണ്. മൈനസ് F0 എന്താണ്? 2 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു F1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4 മൈനസ് 2. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടുന്ന എത്രയായിരിക്കും? 5 പ്ലസ് 4 മൈനസ് 2 ഇൻറ്റു നമ്മൾക്ക് ഇതിന്റെ ഹൈറ്റും കൂടെ ഉണ്ട് അല്ലെ. സോ ഇൻറ്റു H എന്ന് പറയുമ്പോൾ ക്ലാസ് വിഡ്ത്ത് ആണ്. ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 2 ഉണ്ടാവും അല്ലെ. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ 4 2 സാർ 8, 8 മൈനസ് 3. സോ 8 മൈനസ് 3 എന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് എന്താണ്? 5 പ്ലസ് 4/5. ഇവിടെ 8 മൈനസ് 5 ആണ് അല്ലേ. സോ 4/3 എന്ന് വരും. സോ ദാറ്റ് ഈസ് 5 പ്ലസ് 1.33. സോ 5 പ്ലസ് 1.33 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആൻസർ വരുന്നത് എത്രയാണ്? 6.33. പക്ഷെ 6.33 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾക്ക് എന്തില്ല? തന്നിട്ടില്ല. 6.25, 6.38, 6.27 അല്ലെ. ഈ 3 ഓപ്ഷൻസ് ആണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. സോ നമ്മൾക്ക് ഇവയൊന്നുമല്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് കോർഡിനേറ്റ് ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ അല്ലെങ്കിൽ ലോവർ ലിമിറ്റോ വൈ കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളോ ആണ് എങ്കിൽ ആ കർവ് എന്താണ് എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ എക്സ് കോർഡിനേറ്റ് നമ്മൾക്ക് എന്താണ്? അപ്പർ ഓർ ലോവർ ലിമിറ്റ്. അതുപോലെ അപ്പോൾ നമ്മൾക്ക് എക്സ് വാല്യൂസ് ഇവിടെ നമ്മൾക്ക് കറസ്പോണ്ടിംഗ്ലി നമ്മുടെ എക്സ് വാല്യൂസ് ആണ് നമ്മൾക്ക് ഉണ്ടാവുക. ആൻഡ് വൈ വാല്യൂസിൽ, അതായത് വൈ ആക്സിസിൽ നമ്മൾക്ക് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് ഈ ഗ്രാഫ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് എന്താണ്? ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്
ഒഗൈവിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പർ ലിമിറ്റുകൾ വെച്ചിട്ടാണ് എങ്കിൽ നമ്മൾക്ക് ലോവർ ഒഗൈവ് ഉണ്ടാവും, അതുപോലെ അപ്പർ ഒഗൈവും ഉണ്ടാവും. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും യൂസ് ചെയ്തിട്ടാണ് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ്ങിലി എന്തുണ്ടാവും, രണ്ട് കൈൻഡ് ഒഗൈവ്സുകളാണ് നമ്മൾക്ക് വരിക അല്ലെ. അപ്പോൾ എപ്പോഴും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ഒഗൈവുകളായിരിക്കും. സോ നമ്മൾക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. അടുത്ത മോഡും മീഡിയനും ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ബാർ ചാർട്ട് ആണോ, ഒഗൈവ് ആണോ, അതുപോലെ ലൈൻ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഇതിലേതാണ് നമ്മൾക്ക് മോഡും മീഡിയനും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. സോ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു ഒഗൈവുകളെ കുറിച്ച് അല്ലെ. സോ ഈ ഒഗൈവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ്, ഇതില് ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഒഗൈവിന്റെ കേർവ് ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് അല്ലെ. സോ ആ ഒരു പോയിന്റിലാണ് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കുക, അതായത് ഈ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾക്ക് കറസ്പോണ്ടിങ്ലി അതിന്റെ എന്തെന്ന് പറയുന്നത്, അതിന്റെ മീഡിയൻ വരുന്നത് അല്ലെ. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് ഒഗൈവിൽ നിന്നാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, മീഡിയൻ കിട്ടുന്നത് അല്ലെ. സോ മീഡിയൻ കിട്ടാനായിട്ട് നമ്മൾക്ക് ഒഗൈവ് യൂസ് ചെയ്യാം. ഇനി മോഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. മോഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ, മോസ്റ്റ് കോമൺലി ഒക്കറിംഗ് വാല്യൂ ആണ് മോഡ് അല്ലെ. ഇപ്പൊ മോസ്റ്റ് കോമൺലി ഒക്കറിംഗ് വാല്യൂ കിട്ടണമെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം, ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ ഹിസ്റ്റോഗ്രാമും അതുപോലെ തന്നെ ഒഗൈവും. സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരിക. അടുത്ത ഒരു മത്സര പരീക്ഷയിൽ 60% കുട്ടികൾ സെക്കൻഡ് ക്ലാസ് ആയി പാസ്സായി. സോ ഡാറ്റ ഒരു പൈ ചാർട്ട് കൊണ്ട് പ്രതിനിധീകരിക്കുകയാണ് എങ്കിൽ സെക്കൻഡ് ക്ലാസ്സിന് നേരെയുള്ള അളവ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് 60% കുട്ടികൾ, സോ 60% ഓഫ് കുട്ടികൾ നമ്മൾക്ക് എന്താണ് അവിടെ മത്സര പരീക്ഷയിൽ നമ്മൾക്ക് സെക്കൻഡ് ക്ലാസ് നേടിയിട്ടുണ്ട് അല്ലെ. സോ നമ്മൾക്ക് പൈ ചാർട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, ഒരു സർക്കുലർ രീതിയിലാണ് പൈ ചാർട്ട് വരയ്ക്കുക അല്ലെ. സോ അതിന്റെ 60% എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പൈ ചാർട്ടിനെ ആംഗിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. സോ ഒരു സർക്കിളിനകത്ത് എത്രയാണ് ടോട്ടൽ ആംഗിൾ വരുന്നത്, 360 അല്ലെ. സോ അതിന്റെ 60% വേണം നമ്മൾക്ക് കവർ ചെയ്യാനായിട്ട്. സോ 60 × 360 ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും നമ്മൾക്ക് അതിന്റെ വരുന്ന ആംഗിൾ അല്ലെ. സോ ഇത് ചെയ്യുമ്പോൾ 36 × 6 ചെയ്ത് കഴിഞ്ഞാൽ മതി. സോ നമ്മൾക്ക് എത്ര വരും, 216 ആയിരിക്കും അതിന്റെ ആംഗിൾ വരുന്നത്. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് എന്തായിരിക്കും, 216 ആംഗിൾ ആയിരിക്കും ഏകദേശം നമ്മൾക്ക് വരുന്നത്. അതായത് ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും. ഇതാണ് നമ്മൾക്ക് എന്ത് വരിക, 60% കുട്ടികൾ സെക്കൻഡ് ക്ലാസ് കിട്ടിയിരിക്കുന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾക്ക് എന്ത് വരുന്നത്, സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായിരിക്കുന്ന കുട്ടികളുടേത്. അപ്പൊ ടോട്ടലി നമ്മൾക്ക് ആകെ ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ, 60%. എന്തിന്റെ 60% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, പൈ ചാർട്ട് ആകുമ്പോൾ നമ്മൾക്ക് ടോട്ടൽ ആംഗിൾ 360 ആയിരിക്കും. സോ 360യുടെ 60% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മൾക്ക് ആൻസർ ആയി. സോ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി ഡിസ്പേർഷൻ അളക്കാനുള്ള ഏറ്റവും നല്ല അളവ് എന്താണ് എന്നുള്ളതാണ്. സോ അരിത്തമെറ്റിക് മീൻ ആണോ, മീൻ ഡീവിയേഷൻ ആണോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ, അതുപോലെ മീഡിയൻ ആണോ എന്നുള്ളത്. സോ ഡിസ്പേർഷൻ അളക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമ്മൾക്ക് ഏതാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വരുന്നത്. അടുത്ത നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ അവിടെയുള്ള മീൻ, മീഡിയൻ, മോഡ് അല്ലെ, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ചെറുത്, ഏതാണ് വലുത് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ഇവിടെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണല്ലോ. സോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആകുമ്പോൾ അതിന്റെ ഗ്രാഫ് നമ്മൾക്ക് എങ്ങനെയായിരിക്കും വരുന്നത്, റൈറ്റ് സൈഡിലേക്ക് ഉള്ള രീതിയിലായിരിക്കും നമ്മൾക്ക് എന്ത് വരുന്നത്, നെഗറ്റീവ്ലി സ്ക്യൂഡ് അല്ലെ. സോ എപ്പോഴും അതിന്റെ ഏറ്റവും പീക്ക് എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെത് മോഡായിരിക്കും അല്ലെ. സോ അവിടെ മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആണ് അല്ലെ. സോ മോഡിന്റെ തൊട്ട് മുൻപ് എന്തായിരിക്കും ഉണ്ടാവുക, മീഡിയൻ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിന് മുൻപായിരിക്കും മീൻ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ്. അത് ഏകദേശം നമ്മൾക്ക് എൻറ്റയർ ലെങ്ത്തിന്റെ മിഡിലാണ് നമ്മൾക്ക് മീൻ വരുന്നുണ്ടാവുക അല്ലെ. സോ നമ്മൾക്ക് മീൻ, മീഡിയൻ, മോഡ് എന്നുള്ളതായിരിക്കും അതിന്റെ ഓർഡർ വരുന്നത്. സോ മോഡ് ഇസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ അരിത്തമെറ്റിക് മീൻ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ഉത്തരം. β2 ഇസ് ലെസ് ദാൻ 0. കെർട്ടോസിന്റെ അർത്ഥം സിമെട്രി അല്ല എന്നാണ്. സ്ക്യൂനെസ് അർത്ഥമാക്കുന്നത് സിമെട്രി എന്നാണ്. ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന് β1 = 0 ആകാം. ആക്ച്വലി ഇവിടെ നമ്മൾക്ക്
ഓപ്ഷനുകൾ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ β2 <0 ആവുക എന്ന് പറയുമ്പോൾ β2 എന്ന് പറയുന്നത് നമുക്ക് എന്താ മെഷർ ഓഫ് കെർട്ടോസിസിനെയാണ് നമ്മൾ β2 എന്ന് വിളിക്കുന്നത് അല്ലെ. β2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് m4/σ⁴ അല്ലെങ്കിൽ m4/m2² എന്നൊക്കെ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. സോ ഇതിൽ നിന്ന് β2 നമുക്ക് ഒരിക്കലും മെഷർ ഓഫ് കെർട്ടോസിസ് ഒരിക്കലും നമുക്ക് എന്താവില്ല <0 ആവില്ല, നെഗറ്റീവ് വാല്യൂ അത് വരുന്നുണ്ടാവില്ല അല്ലെ. സോ ഇത് നമ്മൾക്ക് എന്താണ് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പക്ഷെ നമ്മളോട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബിയിലേക്ക് നോക്കുമ്പോൾ കെർട്ടോസിസിന്റെ അർത്ഥം സിമെട്രി അല്ല എന്നാണ്. ആക്ച്വലി അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം കെർട്ടോസിസ് എന്ന് പറയുന്നത് മെഷർ ഓഫ് പീക്നെസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ്സിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾക്ക് കെർട്ടോസിസ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പീക്നെസ്സും സിമെട്രിയും നമ്മൾ തമ്മിൽ കണക്റ്റഡ് അല്ല അല്ലെ. സിമെട്രിക് ആവാം കെർട്ടോസിസ് എന്ന് പറയുന്നത് നമുക്ക് സിമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്തല്ല കെർട്ടോസിസ്. പീക്നെസ്സിനെ അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് അല്ലെ, എത്രത്തോളം പീക്കായിട്ട് കിടക്കുന്നു കർവ്, എത്രത്തോളം ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ കെർട്ടോസിസ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. സോ അപ്പൊ എന്താണ് അർത്ഥം സിമെട്രി അല്ല എന്നാണ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തായിരിക്കാം അവിടെ ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയേക്കാം. ഇനി സ്ക്യൂനെസ് അർത്ഥമാക്കുന്നത് സിമെട്രി എന്നാണ്. ആക്ച്വലി നമ്മൾക്ക് ബി വരുമ്പോൾ കെർട്ടോസിസ് അർത്ഥം സിമെട്രിക് അല്ല എന്നാണ് എന്നുള്ളത് നമ്മൾക്ക് എന്താണ് ആക്ച്വലി ഫാൾസ് ആണ് അല്ലെ. കാരണം പീക്നെസ് ആണ് നമ്മൾക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ പീക്നെസ്സിൽ നമുക്ക് സിമെട്രിക് ആയിട്ടുള്ളതിനെയും നമ്മൾക്ക് എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അപ്പൊ സിമെട്രി അല്ല അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ് നമ്മൾക്ക് അവിടെ ഫാൾസ് ആണ്, സിമെട്രിക് അല്ല. സിമെട്രിക് ആയിട്ടുള്ളതിനെ തന്നെ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലെ. സോ നമ്മൾക്ക് ഓപ്ഷൻ ബിയും ആക്ച്വലി ഫാൾസ് ആണ്. ഇനി സ്ക്യൂനെസ് അർത്ഥമാക്കുന്നത് സിമെട്രി എന്നാണ് എന്നുള്ളതാണ്. സിമെട്രി ആണ് എന്നല്ല, കാരണം സിമെട്രിക് ആണ് എത്രത്തോളം സിമെട്രിയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ സ്ക്യൂനെസ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ സിമെട്രിക് ആണ് എങ്കിൽ നമുക്ക് അതിന്റെ സ്ക്യൂനെസ്സിന്റെ അളവ് നമ്മൾക്ക് എന്ത് പറയാം 0 ആണെന്ന് പറയാം അല്ലെ. നമ്മൾക്ക് 3 കേസിൽ പറയാം. അതായത് നമ്മൾക്ക് എന്താണ് അതിന്റെ മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് സപ്പോസ് SB അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് β1 എന്ന് പറയാം അല്ലെ. സോ ഈ β1 ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം അത് സിമെട്രിക് ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. സോ എപ്പോഴും സ്ക്യൂനെസ് എന്ന് അർത്ഥമാക്കുന്നത് സിമെട്രി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കൺസെപ്റ്റുകളാണ് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും അതെന്തല്ല സിമെട്രിക് അല്ല അല്ലെ. ഇപ്പൊ β1 0 ആണ് എങ്കിൽ സിമെട്രിക് ആണ്. ആൻഡ് β1 എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ക്യൂനെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെ. സോ അത് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ്ലി സ്ക്യൂഡ് ആവാം, നെഗറ്റീവ്ലി സ്ക്യൂഡ് ആവാം അല്ലെ. സോ അത് β1നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്ക്യൂനെസ് എന്ന് അർത്ഥമാക്കുന്നത് സിമെട്രിക് ആണ് എന്നുള്ളതല്ല. ആ രീതിയിലായിരിക്കാം അവർ ഓപ്ഷൻ ഡി എന്നാണ് നമ്മൾക്ക് എന്ത് ചോദിച്ചതിൽ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ നമ്മൾക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നിരിക്കുന്നത്. സോ ഈ രണ്ടും ഓപ്ഷൻസിൽ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാവാം. കെർട്ടോസിസിന്റെ അർത്ഥം സിമെട്രി അല്ല എന്നാണ് എന്നുള്ളതും സ്ക്യൂനെസ് അർത്ഥമാക്കുന്നത് സിമെട്രി എന്നാണ്. അതായത് സ്ക്യൂനെസ് ആക്ച്വലി സിമെട്രി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ സിമെട്രിക് ആണ്, അതായത് സ്ക്യൂഡ് ആണ് എന്ന് സ്ക്യൂനെസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല എന്നേ നമ്മൾക്ക്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന് β1 ഈക്വൽ ടു β1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. മെഷർ ഓഫ് സ്ക്യൂനെസ് നമുക്ക് 0 ആവാം. ഇത് 0 ആവുമ്പോഴാണ് നമുക്ക് എന്താവുന്നത് അത് സിമെട്രിക് ആവുന്നുള്ളൂ അല്ലെ. സോ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഫെയർ നാണയം 10 പ്രാവശ്യം ടോസ് ചെയ്താൽ കുറഞ്ഞത് ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ഒരു ഫെയർ കോയിൻ നമ്മൾ എന്ത് ചെയ്തു 10 തവണ ടോസ് ചെയ്തു. സോ നമ്മൾക്ക് കുറഞ്ഞത് ഒരു ഹെഡ് കിട്ടാനുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾക്ക് എപ്പോഴും അങ്ങനെ കുറഞ്ഞത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് ഈസി എന്താണ്, ഇപ്പൊ കുറഞ്ഞത് ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ അതിന് നേരെ കോംപ്ലിമെന്റ് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എല്ലാം നമ്മൾക്ക് എന്തായിരിക്കണം ടെയിൽ ആയിരിക്കണം അല്ലെ. സോ എല്ലാം ടെയിൽ ആവുന്ന പ്രോബബിലിറ്റി ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ എല്ലാം ടെയിൽ ആവുക എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി എന്താ, നമ്മൾ 10 പ്രാവശ്യം ടോസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് ഓരോന്നിന്റേതും പ്രോബബിലിറ്റി 1/2 ആണ് ടെയിൽ കിട്ടാനുള്ളത്. അങ്ങനെ എത്ര 1/2 ഉണ്ടാവും 10 1/2. സോ 1/2 റേസ് ടു 10 വരും അല്ലെ. സോ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1024. ഇപ്പൊ ഇത് നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് എല്ലാം ടെയിൽ ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് നമുക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ് എന്നാണ് നമ്മൾക്ക്
കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾക്ക് എന്തായിരിക്കും 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഓൾ എന്താണ് എല്ലാം ടെയിൽ ആവുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യണം സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ. സോ 1 മൈനസ് എന്ത് വരും 1 മൈനസ് 1/1024 അല്ലേ. സോ 1 മൈനസ് 1024 എന്ന് പറയുമ്പോൾ 1024 മൈനസ് 1 ആണ്. സോ 1023 ഡിവൈഡഡ് ബൈ 1024 ആണ് വരിക അല്ലേ. സോ 1023 ഡിവൈഡഡ് ബൈ 1024 ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. അടുത്തൊരു ബാഗിൽ 7 ചുവപ്പ് 4 നീല എന്നീ പന്തുകൾ ഉണ്ട്. 2 പന്തുകൾ ബാഗിൽ നിന്നും എടുത്തു. അത് ബാഗിൽ തിരിച്ചിട്ടിട്ടില്ല. അപ്പൊ നമ്മൾക്ക് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് അല്ലെ. എങ്കിൽ ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എത്ര റെഡ് ബോൾസ് ഉണ്ട് 7 റെഡ് ബോൾസുകൾ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ബോൾസ് എത്രയാണുള്ളത് 4 ആണുള്ളത് അല്ലെ. ഇപ്പോൾ നമ്മൾക്ക് എങ്കിൽ പന്ത് വ്യത്യസ്ത നിറങ്ങളാകാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പോൾ വ്യത്യസ്ത നിറങ്ങളാവുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒന്നെങ്കിൽ അതെന്താവാം റെഡ് ബ്ലൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾക്ക് ഏത് ഓപ്ഷൻ ഉണ്ട് ബ്ലൂ റെഡ് എന്ന് പറയുന്നതും ഒരു ഓപ്ഷൻ ആണ് അല്ലെ. അപ്പോൾ രണ്ടിനും ഒരേപോലെ ആയിരിക്കും പ്രോബബിലിറ്റി. സോ ഏതിനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഇൻറ്റു 2 ചെയ്താൽ മതിയാകും അല്ലെ. സോ നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബ്ലൂ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് ആദ്യം റെഡിൻ്റെത് കണ്ടുപിടിക്കണം അല്ലെ. സോ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 7 ഔട്ട് ഓഫ് എത്രയാണ് 11 ആണ് അല്ലെ. ഇൻറ്റു അവർ തന്നിരിക്കുന്നത് എന്താ തിരിച്ചിട്ടിട്ടില്ല എന്നാണ് അല്ലെ. അപ്പൊ തിരിച്ചിട്ടിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ബ്ലൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും എത്ര ബ്ലൂ ബോൾസ് ഉണ്ട് 4. ബ്ലൂവിന്റെ എണ്ണം കുറഞ്ഞിട്ടില്ല. സോ ന്യൂമറേറ്ററിൽ 4 ഉണ്ടാവും. പക്ഷെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 1 കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. സോ ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 10 എന്നാണ് വരിക അല്ലെ. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് എന്ത് വരും 28 ഡിവൈഡഡ് ബൈ 110 എന്നുള്ളതാണ് ഒന്നിൻ്റെത് അല്ലെ. സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് 28 ആണ് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ റെഡും നമുക്ക് എന്ത് തന്നെയായിരിക്കും 28 ഡിവൈഡഡ് ബൈ 110 തന്നെയായിരിക്കും. സോ ടോട്ടൽ പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും 2 ടൈംസ് 28 ഡിവൈഡഡ് ബൈ 110. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് 56 ഡിവൈഡഡ് ബൈ 110 എന്നാണ് വരിക. പക്ഷെ നമ്മൾക്ക് ഓപ്ഷനിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ആൻസറിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ പ്രൊവിഷണൽ കീ നോക്കുമ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ ബി ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ ബി കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കണം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് വിത്ത് റീപ്ലേസ്മെന്റ് ആയിരിക്കണം അല്ലേ. റീപ്ലേസ്മെന്റോട് കൂടി ആയിരുന്നു എങ്കിൽ നമുക്ക് എങ്ങനെയാ പ്രോബബിലിറ്റി വരുന്നുണ്ടാവുക പ്രോബബിലിറ്റി ഓഫ് റെഡ് ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും 7 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 11 അല്ലേ. സോ ദാറ്റ് ഈസ് നമ്മൾക്ക് എന്ത് കിട്ടും 28 ഡിവൈഡഡ് ബൈ 121 കിട്ടും. സോ ടോട്ടൽ പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെ 2 ടൈംസ് ആണ്. സോ 2 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 121. സോ ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും 56 ഡിവൈഡഡ് ബൈ 121 അല്ലേ. സോ അങ്ങനെയാണ് അവർ വിത്ത് റീപ്ലേസ്മെന്റ് ആയിരുന്നു എങ്കിൽ നമുക്ക് 56/121 എന്ന് പറയാമായിരുന്നു. പക്ഷെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തിരിച്ചിട്ടിട്ടില്ല, അതായത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. സോ നമ്മൾക്ക് ആൻസർ കിട്ടേണ്ടിയിരുന്നത് 56/110 ആണ്. അടുത്ത താഴെ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മാത്ത് ലാബും SPSS ഒന്നും നമുക്ക് എന്തല്ല ഓപ്പൺ സോഴ്സ് അല്ല. സോ ഓൺലി സോഫ്റ്റ്വെയർ ആണ് നമ്മൾക്ക് എന്ത് വരുന്നത് ഇവിടെ ഓപ്പൺ സോഴ്സ് ആയിട്ട് വരുന്നത് അല്ലെ. സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അൺബയാസ്ഡ് കോയിൻ ഹെഡ് കിട്ടുന്നത് വരെയോ അല്ലെങ്കിൽ മാക്സിമം 3 തവണയോ ടോസ് ചെയ്യുന്നു. ആദ്യ ടോസിൽ ഹെഡ് കിട്ടിയില്ലെങ്കിൽ കൃത്യം 3 തവണ ടോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യത്തേതിൽ നമ്മൾക്ക് ഹെഡ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അടുത്തതിലേക്ക് പോവില്ല അല്ലേ. ഹെഡ് കിട്ടുന്നത് വരെ നമ്മൾ ടോസ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നീട് നമ്മൾക്ക് എന്തുള്ളത് എന്താണ്, നമ്മൾക്ക് ആദ്യത്തേതിൽ ടെയിൽ കിട്ടാം. അപ്പോൾ വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യണം ഹെഡ് കിട്ടുമോ നോക്കണം അല്ലേ. സോ നമ്മൾക്ക് അതിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 2 എണ്ണം കിട്ടുമ്പോൾ ഹെഡ് കിട്ടാം, അതുപോലെ ഹെഡ് ടെയിൽ എന്ന് കിട്ടാം, ആൻഡ് ടെയിൽ ഹെഡ് കിട്ടാം, പിന്നെ നമ്മൾക്ക് ടെയിലും കിട്ടാം. പക്ഷേ ഇതിൽ ഹെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾക്ക് ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ ഹെഡ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യില്ല അല്ലേ. വീണ്ടും നമ്മൾക്ക് ഹെഡ് ടെയിൽ എന്നുള്ളത് നമുക്ക് എന്തല്ല ഒരു പോസിബിലിറ്റി അല്ല. കാരണം ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, വീണ്ടും ടോസ് ചെയ്യാൻ പോവില്ല. സോ ഈ 2 ഓപ്ഷൻസ് നമ്മൾക്ക് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് അടുത്ത ഹെഡിലേക്ക് 3 തവണ ടോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കണം
അവിടെ അടുത്ത തവണയിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, പോവണം അല്ലേ. സോ അവിടെ നമ്മൾക്ക് പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് 1/2 ആയിരിക്കും അവിടെയുള്ള പോസിബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റാൻഡം വേരിയബിളിന്റെ വില എല്ലായ്പ്പോഴും എന്തായിരിക്കും എന്നുള്ളതാണ്. റാൻഡം വേരിയബിൾ പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, എല്ലാം പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് എന്താവാം, റാൻഡം വേരിയബിളിന് നമ്മൾക്ക് എല്ലാ റിയൽ വാല്യൂസും എടുക്കാൻ പറ്റും അല്ലേ. സോ ഒരു റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എല്ലാ എൻറ്റയർ റിയൽ നമ്പർ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് റാൻഡം വേരിയബിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, എ എന്ന ഇവന്റ് ഒരാൾ ഇന്ന് മുതൽ 10 വർഷം വരെ ജീവിക്കും എന്നതും ബി എന്ന ഇവന്റ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് മുതൽ 10 വർഷം വരെ ജീവിക്കും എന്നതുമാണ്. അപ്പോൾ നമ്മൾക്ക് കറസ്പോണ്ടിംഗ്ലി പ്രോബബിലിറ്റി ഓഫ് എയും പ്രോബബിലിറ്റി ഓഫ് ബിയും തന്നിട്ടുണ്ട്, 3/5ഉം. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ ഭാര്യ 10 വർഷം ജീവിക്കാനുള്ളതാണ്, അത് 2/3ഉമാണ് അല്ലേ. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ 10 വർഷത്തിനുള്ളിൽ അവർ മരിച്ചു പോകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ 10 വർഷത്തിനുള്ളിൽ അവർ മരിച്ചു പോകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് അല്ലേ. മരിച്ചു പോകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. ജീവിക്കാനുള്ളതാണ് നമ്മൾക്ക് എ എങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ആണ് നമ്മൾക്ക് മരിച്ചു പോകാന്നുള്ളത് അല്ലേ. സോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് നമുക്ക് എന്ത് വരും, 1 - 3/5 ആണ് വരിക. ആൻഡ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇന്റർസെക്ഷൻ നമുക്ക് എങ്ങനെ പറയാം, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ആയിരിക്കും. കാരണം എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ അതിന്റെ കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് പറയാം അല്ലേ. സോ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് നമ്മൾക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് 1 - 3/5 ആണ്, ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ഇസ് 1 - 2/3 അല്ലേ. സോ ദാറ്റ് ഈസ് 5 - 3 is 2/5 into 3 - 2 is 1/3. So that is 2/15 എന്ന് വന്നു. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് വേണം, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അത് കോംപ്ലിമെന്റിന്റെ കേസിൽ നമ്മൾക്ക് ട്രൂ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു പോയിസൺ റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് 16 ആണ് എങ്കിൽ അതിന്റെ മോഡ് എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലേ. സോ പോയിസൺ റാൻഡം വേരിയബിളിൽ പി ഓഫ് ലാംഡ എന്നാണ് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ പി ഓഫ് ലാംഡയിൽ നമുക്ക് എക്സ് ഫോളോസ് പോയിസൺ റാൻഡം വേരിയബിൾ ആണ് എങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും അതുപോലെ തന്നെ അതിന്റെ വേരിയൻസ് ഓഫ് എക്സും എല്ലാം എന്തായിരിക്കും, ലാംഡ ആയിരിക്കും. അത് എന്ത് തന്നെയാണ്, 16 അല്ലെ. ഇവിടെ 16 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോഡിന്റെ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പോയിസൺ റാൻഡം വേരിയബിളിൽ ലാംഡ ഈക്വൽ ടു 16 ആണ് എങ്കിൽ അതിന്റെ മോഡ് വാല്യൂസ് വിൽ ബി ഈക്വൽ ടു, ഒന്ന് ലാംഡ തന്നെയായിരിക്കും, അടുത്തത് ലാംഡ -1 ആയിരിക്കും. സോ 16ഉം അതുപോലെ തന്നെ 16 - 1 15ഉമാണ് നമ്മൾക്ക് അവിടെയുള്ള മോഡ് വാല്യൂസ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.